എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 6-ാമത് വാക്യം. അവൻ്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവൻ്റെ ദീപം കെട്ടുപോകും എന്ന വാക്കുകളാണ്. 5-ാം വാക്യത്തിൽ പറയുന്നത് ഒന്നുകൂടി ഉറപ്പിക്കപ്പെടുന്നതിനു വേണ്ടി ബിൽദാദ് ഇയ്യോബിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ആരുടെ കൂടാരത്തിലാണ് ഇരുട്ട് പ്രവേശിക്കുന്നത്, ആരുടെ ദീപമാണ് കെട്ടുപോകുക എന്ന് ചോദിച്ചാൽ നന്മ പ്രവർത്തിക്കുന്നവരുടെ കൂടാരമല്ല, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിലാണ് വെളിച്ചം കെട്ടുപോകുകയും ദീപം അണഞ്ഞു പോവുകയും ചെയ്യുന്നത് എന്നോർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നാം ശാന്തമായി പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അനവധി ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത്, അവരുടെ കൂടാരങ്ങൾക്കകത്ത് ഇരുള് വന്നു മൂടിപ്പോയതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ദൈവസാന്നിധ്യവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ലാസറിന്റെ ഭവനമാണ്, അത് മാർത്തയുടെയും മറിയയുടെയും ഭവനമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുകയും യേശുക്രിസ്തുവിനാൽ ആഴമായി സ്നേഹിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ ഭവനത്തിനകത്ത് ലാസറിന്റെ വേർപാട് ആ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ ഇരുളുമൂടിയ പശ്ചാത്തലമായിരുന്നു. നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാത്ത വസ്തുക്കളും എന്തു ചെയ്യണമെന്നറിയാതെ ആകുലതയുടെ നടുവിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന പശ്ചാത്തലം ആ കുടുംബത്തിനകത്തുണ്ട്. ലാസർ മരിച്ചു, അടക്കം ചെയ്തു. ചില ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആ വീട് ഇരുള് മൂടിക്കിടക്കുകയാണ്. അവിടേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു വരുന്നതായ ഒരവസ്ഥയെക്കുറിച്ച് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി ഈ ഭവനം രക്ഷപ്പെടുകയില്ലെന്നും ഇരുളുമൂടി അന്തരീക്ഷത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും കിടക്കുമെന്നും അങ്ങനെ അത് അവസാനിക്കുമെന്നും ഒക്കെ പറഞ്ഞവരുടെ മുൻപിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സമീപനം ആ കുടുംബത്തിനകത്തെ ഇരുള് പൂർണ്ണമായി മാറുന്നതിന് കാരണമായി തീരുകയാണ്. ലാസറിനെ വെച്ച കല്ലറയുടെ അരികിലേക്ക് യേശു നടന്നു ചെന്ന് ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ പറയുകയും ലാസറെ പുറത്തു വരിക എന്ന് പറയുകയും ചെയ്യുമ്പോൾ ലാസർ പുറത്തേക്ക് വരുന്നതോടുകൂടി ആ ഇരുള് മൂടിയ ഭവനത്തിനകത്ത് വെളിച്ചം മടങ്ങി വരുന്നത് കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനം ഇരുള് മൂടി നിൽക്കുന്നു എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സമീപനത്തിനു വേണ്ടി, സാന്നിധ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടാരത്തിനകത്തെ ഇരുള് മാറ്റി വെളിച്ചം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ആ തലത്തിൽ മുന്നേറുകയും ചെയ്യുവാൻ ഉത്സാഹിക്കാം.
അതിനായി യേശുവിനെ നമ്മുടെ കൂടാരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഇരുണ്ട് കിടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ, ഇരുളുമൂടിയ ഞങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരികയും അതൊരു വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതം ഇരുളുമൂടി കിടക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ സാന്നിധ്യം ഒരു വെളിച്ചമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.